أعوذ بالله من الشيطان الرجيم. وعلى الذين هادوا حرمنا ما قصصنا عليك من قبل وما ظلمناهم ولكن كانوا أنفسهم يظلمون. ثم إن ربك للذين عملوا السوء بجهالة ثم تابوا من بعد ذلك وأصلحوا إن ربك من بعدها لغفور رحيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين إنما جعل السبت على الذين اختلفوا فيه وإن ربك ليحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. وإن عاقبتم فعاقبوا بمثل ما عوقبتم به ولئن صبرتم لهو خير للصابرين. واصبر وما صبرك إلا بالله ولا تحزن عليهم ولا تك في ضيق مما يمكرون. إن
ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം, പരലോകം മറന്ന് ജീവിച്ച മനുഷ്യൻ പരലോകത്ത് അവൻ്റെ ഒഴികഴിവ് പറയാൻ ശ്രമിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയോടെ അവൻ്റെ കാര്യത്തിൽ വിധി നടപ്പിലാക്കുകയും അവൻ്റെ കർമ്മങ്ങൾക്ക് അവന് യോജിച്ച പ്രതിഫലം, ശിക്ഷയോ രക്ഷയോ അല്ലാഹു നൽകും എന്നതാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർഭയത്വം, അതുപോലെ ഭക്ഷ്യവിഭവങ്ങൾ പോലുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് ആ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിച്ചാൽ ഈ ഭൗതിക ലോകത്ത് വച്ച് തന്നെ ശിക്ഷ വരാൻ അത് നിമിത്തമാകും എന്നതാണ്. അതാണ് ഒരു രാജ്യക്കാരെ എല്ലാ ഭക്ഷണ വിഭവങ്ങളും യഥേഷ്ടം ലഭിച്ച, എന്നിട്ട് അതിനോട് നന്ദികേട് കാണിച്ചവർക്ക് ശിക്ഷ ഇറങ്ങിയ കാര്യം, അവർക്ക് ഭയവും പട്ടിണിയും നൽകി അല്ലാഹു പരീക്ഷിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. മറ്റൊന്ന്, ഹലാലും തൊയ്യിബുമായ സമ്പാദ്യം മാത്രമേ അല്ലാഹു നമുക്ക് അനുവദിച്ചതുള്ളൂ. അല്ലാഹ് നിഷിദ്ധമാക്കിയതും അല്ലാഹ് അനുവദിക്കാത്തതുമായ സമ്പാദ്യ മാർഗം സ്വീകരിക്കരുത്. ഹലാലായതും തൊയ്യിബായതും ഉപയോഗിച്ച് ജീവിച്ച് അല്ലാഹുവിന് നന്ദിയുള്ളവരാകണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ പ്രത്യേകം അല്ലാഹു നിഷിദ്ധമാക്കിയ 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ശവം, രക്തം, പന്നിമാംസം. അതിനോടൊപ്പം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദിക്കപ്പെട്ടതും അറുക്കപ്പെട്ടതും നിഷിദ്ധമാണ് എന്ന് അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നു. അതോടൊപ്പം ദീനിൽ സ്വന്തമായ അഭിപ്രായമല്ല, മറിച്ച് ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുക, അതിലുള്ള ഹലാലും ഹറാമും തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണ് എന്ന് സ്വയം പറഞ്ഞുണ്ടാക്കാൻ പാടില്ല. അത് അല്ലാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കലാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് തങ്ങളുടെ ആശയങ്ങൾ സ്ഥാപിക്കുന്നവർ അതുകൊണ്ട് കേവലം തുച്ഛമായ ലാഭം മാത്രമാണ് നേടുന്നത് എന്നാണ് അവസാനമായി നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅലല്ലദീന ഹാദു. ഹാദ എന്ന് പറഞ്ഞാൽ യഹൂദമതം സ്വീകരിച്ചു എന്നാണ്. വഅലല്ലദീന ഹാദു, യഹൂദമതം സ്വീകരിച്ചവരുടെ മേൽ ഹറംന, നാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മാ ഖസസ്ന അലൈക മിൻ ഖബൽ. ഖസ്വ യഖുസ്സു, അതിനാണ് ഖിസ്വ. നമ്മൾ സാധാരണ ഖിസ്സ, കഥ. സാധാരണ ഖസ്വ യഖുസ്സു, ഖിസസ്. ഖിസസുൽ അംബിയ എന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെ കഥ എന്നതിലുപരി അംബിയാക്കളെക്കുറിച്ചുള്ള ചരിത്രം. ഖിസ്സത്ത് പറഞ്ഞാൽ വിവരണം, ചരിത്രം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വഅലല്ലദീന ഹാദു ഹറംന മാ ഖസസ്ന അലൈക മിൻ ഖബൽ. യഹൂദമതം സ്വീകരിച്ചവരുടെ മേൽ നാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മാ ഖസസ്ന അലൈക, താങ്കളുടെ മേൽ വിവരിച്ചു തന്നത്, മിൻ ഖബൽ, മുമ്പ് എന്ന് പറഞ്ഞാൽ യഹൂദമതം സ്വീകരിച്ചവർക്ക് അവർ ചെയ്ത ധിക്കാരം നിമിത്തം അല്ലാഹു ത്വയ്യിബാത്തുകളായ ഏറ്റവും വിശിഷ്ടമായ
ചില കാര്യങ്ങൾ അള്ളാഹു അവരുടെ മേൽ അവർക്കുള്ള ഒരു ശിക്ഷ എന്ന നിലക്ക് അള്ളാഹു അവരുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഇത് മുമ്പ് വിവരിച്ചത് പ്രകാരം എന്ന് പറഞ്ഞത് സൂറത്തുൽ അൻആമിലെ 146 വചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത് വഅലല്ലദീന ഹാദു, യഹൂദികളുടെ മേൽ ഹറംന, നാം നിഷിദ്ധമാക്കി, കുല്ലദീ ളുഫുരിൻ, നഖമുള്ള എല്ലാ ജീവികളെയും, നഖമുള്ള ജീവികളെ മുഴുവൻ അവർക്ക് അള്ളാഹു നിഷിദ്ധമാക്കി കൊടുത്തു. നിങ്ങളത് ഭക്ഷിക്കരുത്, നിങ്ങളത് തിന്നരുത് എന്ന് അവരുടെ മേൽ അള്ളാഹു നിഷിദ്ധമാക്കി. എന്നിട്ട് പറയാണ് വമിനൽ ബഖരി, പശു, മാടുകളിൽപ്പെട്ട പശു, വൽ ഗനം, അതുപോലെ ആട്, അവയിൽ നിന്ന് ഹറംന അലൈഹിം, അവരുടെ മേൽ നാം നിഷിദ്ധമാക്കി, ഷുഹൂമഹുമ, അവരുടെ കൊഴുപ്പ്, അതിലുള്ള കൊഴുപ്പുകളും, ഇല്ലാമ ഹമലത്ത് ലുഹൂറുഹുമ, ആ ജീവികളുടെ മുതുകിന്മേലുള്ളതൊഴികെ, അവിൽ ഹവായ, അതുപോലെ അതിൻ്റെ കുടലുകളിലുള്ളതും, ഔ മഖ്തലത ബിഅളും, അവയുടെ എല്ലുകളെ പൊതിഞ്ഞു നിൽക്കുന്ന, എല്ലുകളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതും ഒഴികെ ബാക്കിയൊക്കെ അവർക്ക് നിഷിദ്ധമാക്കി. എന്നിട്ട് അള്ളാഹു പറയുന്നത് ദാലിക ജസൈനാഹും, ഇത് നാം അവർക്ക് നൽകിയ ഒരു ജസാ, പ്രതിഫലമാണ്, ശിക്ഷയായ പ്രതിഫലം. ബി ബഗയിഹിം, അവരുടെ അതിക്രമം കാരണം, വ ഇന്നാ ലസ്വാദിഖൂൻ, നാം പറയുന്നത് സത്യമാണ്. എന്താണ് അവർ ചെയ്ത അതിക്രമം എന്ന് സൂറത്തുന്നിസായിലെ 161, 162 വചനങ്ങളിൽ കാണാം. അവിടെ അള്ളാഹു പറയാൻ 160, 161, ഫബിളുൽമിൻ മിനല്ലദീന ഹാദു, യഹൂദികളായ ആളുകളിൽ നിന്ന് അക്രമമുണ്ടായത് കാരണം, ഹറംന അലൈഹിം തൊയ്യിബാത്തിൻ ഉഹില്ലത്ത് ലഹും, നാം അവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്ന വിശിഷ്ടമായ പലതും അവരുടെ മേൽ നിഷിദ്ധമാക്കി. വബിസ്വദ്ദിഹിം അൻ സബീലില്ലാഹി കസീറ, അവർ ചെയ്തത് അതിക്രമം അതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അധികം ആളുകളെയും അവർ തടുത്തു. വ അഖ്ദിഹിമുർ റിബ വഖദ് നുഹു അൻഹു, പലിശ തിന്നൽ അവരോട് വിലക്കിയിട്ടും അവർ ആ പലിശ സ്വീകരിച്ചു. വ അക്ലിഹിം അംവാലന്നാസി ബിൽ ബാത്തിൽ, മനുഷ്യരുടെ ധനം അന്യായമായി അവർ ഭക്ഷിച്ചതും കാരണം, വ അഅ്തദ്നാലിൽ കാഫിരീന മിൻഹും അദാബൻ അലീമ, ഇങ്ങനെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്ത സത്യനിഷേധികൾക്ക് ഭൗതിക ലോകത്ത് ഈ ശിക്ഷയുണ്ടെങ്കിൽ പരലോകത്ത് വമ്പിച്ച ശിക്ഷ നാം തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ യഹൂദമതം സ്വീകരിച്ച ആളുകൾക്ക് നമുക്ക് അള്ളാഹു വിശിഷ്ടമാക്കിയ ഭക്ഷണ വിഭവങ്ങളുണ്ട്, പാനീയങ്ങളുണ്ട്. ഇതുപോലെ അവർക്കും അള്ളാഹു അനുവദിച്ചിരുന്നു. പക്ഷെ അവർ മനുഷ്യരെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തടുക്കുകയും അതുപോലെ പലിശ തിന്നുകയും ജനങ്ങളുടെ ധനം അന്യായമായി ഭക്ഷിക്കുകയും ചെയ്തത് കാരണം അവർക്ക് വിശിഷ്ടമായ പലതും നാം നിഷിദ്ധമാക്കി. അതാണ് ഇവിടെ പറഞ്ഞ വഅലല്ലദീന ഹാദു ഹറംന മാ ഖസസ്ന അലൈക മിൻ ഖബൽ, മുമ്പ് നാം താങ്കളുടെ മേൽ വിവരിച്ചു തന്നത് പ്രകാരം ആ കാര്യങ്ങളൊക്കെ യഹൂദികൾക്ക് നിഷിദ്ധമാണ്. എന്നിട്ട് അള്ളാഹു ഇവിടെ പറയാണ് വമാ ലലംനാഹും, നാം അവരോട് അക്രമം കാണിച്ചിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, മറിച്ച് അവർ സ്വയം അക്രമികളാകുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു പൊതുവെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കാര്യമാണ്, നിൻ്റെ റബ്ബ് അവൻ്റെ അടിമകളോട് യാതൊരു നിലക്കും അനീതിയോ അക്രമമോ കാണിക്കുന്നവനല്ല. പലപ്പോഴും മനുഷ്യരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ, അവരുടെ തെറ്റായ ഇടപെടലുകളാണ് മനുഷ്യർക്ക് വിപത്തുകൾ വരാൻ പൊതുവെ കാരണമാകാറുള്ളത്. അതാണ് സൂറത്തു റൂമിൽ ലൊഹറൽ ഫസാദു ഫിൽ ബറ്റി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം
കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏത് മുസീബത്തും ബലാവും പലപ്പോഴും ഭൗതിക ലോകത്ത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ കാരണം മനുഷ്യർ തന്നെയാണ്, മനുഷ്യരുടെ തെറ്റായ നടപടികളാണ് എന്ന് പൊതുവെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം അള്ളാഹു ഈ ഉമ്മത്തിന് ഇസ്ലാമിക ശരീഅത്തിൽ ശവവും രക്തവും പന്നിമാംസവും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതും ശബ്ദിക്കപ്പെട്ടതും ഹറാമാക്കിയപ്പോൾ ഇതുപോലെ കഴിഞ്ഞ കാല സമൂഹത്തിലും വിശിഷ്ടമായ പലതും അള്ളാഹ് നിഷിദ്ധമാക്കേണ്ടി വന്നു. അതിന് കാരണം നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മിലേക്കൊരു വേദഗന്ധം ഇറങ്ങാനില്ല, ഇനി നമ്മിലേക്കൊരു പ്രവാചകൻ വന്ന് നമ്മളെ ഉപദേശിക്കാനില്ല. ഒരു പക്ഷേ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുക വഴി കഴിഞ്ഞകാല സമൂഹത്തിന് ഏൽക്കേണ്ടി വന്ന പരീക്ഷണങ്ങളും വിപത്തുകളും അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ മുഴുകുമ്പോൾ നമുക്കും ബാധിക്കാം. അതാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതിന് പരമാവധി ഹറാമ് കലരാത്ത ജീവിതം വെറും സമ്പാദ്യത്തിൽ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ രഹസ്യ ജീവിതങ്ങളിലും നമ്മൾ ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഹറാമാണ്, ഇതെനിക്ക് പാടില്ല എന്ന് ബോധ്യമായാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോകുന്ന, അത് തെരഞ്ഞു പിടിക്കുന്ന, അതിനോട് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ പരമാവധി വരാതിരിക്കണം. നമ്മുടെ മുൻഗാമികളിൽ വീട്ടിൽ നിന്ന് പിതാവ് ജോലിക്ക് പുറത്തു പോകുമ്പോൾ വീട്ടിലുള്ള ഭാര്യയും മക്കളും അവരെ ഉപദേശിക്കുമായിരുന്നു എന്നാണ്. ഇയ്യാക വകസ്ബൽ ഹറാം, നിങ്ങൾ ഹറാമ് സമ്പാദിക്കുന്നത് സൂക്ഷിക്കണം. ഇന്നാ നസ്ബിറു അലൽ ജൂഇ വൽ അതശ്, ദാഹവും വിശപ്പും ഞങ്ങൾ എത്രയും സഹിക്കാം. വലാ നസ്ബിറു അലൻ നാർ, നരകം സഹിക്കാൻ ഞങ്ങൾക്കാകില്ല. ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുമ്പോൾ നിങ്ങൾ ഹറാമ് സമ്പാദിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങളും ആ ഹറാമ് സമ്പാദിക്കുന്ന ഞങ്ങളും കുറ്റക്കാരാകാൻ. അതുകൊണ്ട് ദാഹവും വിശപ്പും എത്ര സഹിച്ചും ജീവിക്കാം, നരകം സഹിക്കാനാവില്ല എന്ന് ഉപദേശിച്ചത് കാണാൻ കഴിയും. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കാം. ഇനി അടുത്ത ആയത്ത്, സുമ്മ ഇന്ന റബ്ബക, പിന്നെ നിൻ്റെ റബ്ബ്, ഇന്ന റബ്ബക തീർച്ചയായും നിൻ്റെ റബ്ബ്, ലില്ലദീന അമിലു സൂഅ, ലില്ലദീന ഒരു കൂട്ടരോട്, അവർ അമിലു അവർ പ്രവർത്തിച്ചു, അസ്സൂഅ തിന്മ, ബി ജഹാലത്തിൻ അറിവില്ലാതെ, ജഹാലത്ത് പറഞ്ഞാൽ അജ്ഞതയോടെ, വേണ്ടത്ര അറിവില്ലാതെയാണ് അവർ തിന്മകളിൽ ഏർപ്പെട്ടത്, ബോധപൂർവമല്ല. അത്തരം ആളുകൾ സുമ്മ താബൂ അവർ പക്ഷാതപിക്കുകയാണെങ്കിൽ, മിൻ ബഅദി ദാലിക അതിനു ശേഷം, എന്ന് പറഞ്ഞാൽ തെറ്റ് വന്നാൽ ആ തെറ്റ് ബോധ്യപ്പെട്ട് പക്ഷാതപിച്ച് മടങ്ങുകയും, വ അസ്സുലഹൂ അവിടെ അസ്സുലഹ എന്ന് പറഞ്ഞാൽ നന്മ വരുത്തുക. ഒരു പാപത്തിൽ നിന്ന് ആ പാപം ചെയ്തത് നിമിത്തം ഖേദിക്കുകയും പിന്നീട് പക്ഷാതപിച്ച് മടങ്ങിയവൻ എന്തു ചെയ്യണം, പിന്നെ ജീവിതത്തെ നന്മ വരുത്തണം എന്ന് പറഞ്ഞാൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ അവൻ ശ്രദ്ധിക്കണം. അത് തൗബ ചെയ്യുന്നവരുടെ അടയാളമായി എടുത്തു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇവർക്ക് പോലും ഇങ്ങനെ അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ മുഴുകിയ ആളുകൾക്കും അവരുടെ അള്ളാഹിൻ്റെ അടുത്ത് അവർക്ക് തൗബുണ്ട്. ആ തൗബ എന്ന് പറഞ്ഞാൽ വിശാലമായി കിടക്കുന്ന കവാടമാണ്. ഇന്നല്ലാഹ യബ്സുത്തു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ, ഒരു ഹദീസിൽ കാണും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൈ നീട്ടും, ലിയതൂബ പക്ഷാതാപം സ്വീകരിക്കാൻ വേണ്ടി, മുസീഉൻ നഹാർ പകലിൽ തെറ്റ് ചെയ്തവൻ്റെ തൗബ സ്വീകരിക്കാൻ രാത്രിയിലും, രാത്രി തെറ്റ് ചെയ്തവൻ്റെ തൗബ സ്വീകരിക്കാൻ പകലിലും അള്ളാഹു അവൻ്റെ കരം നീട്ടും. എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്രമാത്രം തവ്വാബാണ്, റഹീമാണ്, ഗഫൂറാണ്. നമുക്ക് സൂറത്ത് വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമഷ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്
വഹും അലാമാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്. ആ അധ്യായത്തിൽ പറയുന്നത് ഒരു കൂട്ടം സത്യവിശ്വാസികളെ വലിയ കുഴി ഉണ്ടാക്കി അതിൽ തീ നിറച്ച് ആ തീയിലേക്ക് അവരെ ഇട്ട് അവർ വെന്തുരുകുന്നത് ആ കുഴിയുടെ വക്കത്തിരുന്ന് കണ്ട് രസിച്ച ഒരു ജനവിഭാഗത്തെക്കുറിച്ചാണ്. ഖുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കുഴിയുടെ കിടങ്ങിൻ്റെ ആളുകൾ നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വിശ്വാസികളെ ആ കുഴിയിൽ തീ നിറച്ച് അതിലിട്ട് വെന്ത് കരിപ്പിച്ചു അവർ. എന്നിട്ടും അവിടെ അള്ളാഹു പറഞ്ഞത് ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബു. വിശ്വാസികളും വിശ്വാസിനികളുമായ സ്ത്രീ പുരുഷന്മാരെ ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിയ ആളുകൾ സുമ്മ ലം യതൂബു, അവർ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. നോക്കൂ നിങ്ങൾ, അത്രമാത്രം ക്രൂരമായി വിശ്വാസികളോട് പെരുമാറിയവർക്കും അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അള്ള പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഇവിടെയും അള്ള ഓർമ്മപ്പെടുത്താണ്. സുമ്മ ഇന്ന റബ്ബക ലില്ലദീന അമിലു സൂഅ ബിജഹാല, അജ്ഞതയോടെ അറിവില്ലാതെ തിന്മകൾ പ്രവർത്തിച്ച ആളുകളോട് നിൻ്റെ റബ്ബ് അവർ സുമ്മ താബു, പിന്നെ പശ്ചാത്തപിക്കുകയും മിൻ ബഅദി ദാലിക, അതിനുശേഷം വ അസ്ലഹു, കാരണം പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പിന്നെ അവനിൽ കാണേണ്ടത് ആ പാപങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ആ പാപങ്ങളിൽ നിന്ന് പറ്റ അകന്ന് ജീവിതത്തിൽ അവൻ നന്മകൾ വരുത്തണം. അങ്ങനെ നന്മകൾ വരുത്തി പിന്നെ ജീവിച്ചാൽ ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം, പിന്നെ നിൻ്റെ റബ്ബ് മിൻ ബഅദിഹാ, അതിനു ശേഷം ആ പശ്ചാത്താപത്തിന് ശേഷം ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാൻ ലഗഫൂറുൻ, പാപങ്ങൾ പൊറുക്കുന്നവൻ തന്നെയാണ്, റഹീമുൻ, അങ്ങേയറ്റം കരുണ കാണിക്കുന്നവൻ തന്നെയാണ്. അതാണ് സൂറത്ത് സുമറിൽ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. പാപങ്ങൾ ചെയ്ത് നിരാശരായ എൻ്റെ അടിമകളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അള്ള പറയാണ് ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നിങ്ങൾ നിരാശരാകണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന്. സൂറത്തു നിസായിൽ കാണും ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല, തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുക എന്നുള്ളത് അറിവില്ലാതെ തിന്മകൾ പ്രവർത്തിച്ച് സുമ്മ യതൂബൂന മിൻ ഖരീബ്, പിന്നെ പെട്ടെന്ന് തന്നെ അവർ പശ്ചാത്തപിച്ചു. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. വക്കാന അല്ലാഹു അലീമൻ ഹക്കീമ. എന്നാൽ വലൈസത്തി തൗബത്തു, തൗബയില്ല ലില്ലദീന യഅമലൂന സയ്യിആതി, തിന്മകൾ പ്രവർത്തിക്കുകയും ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗതു, തിന്മകൾ ജീവിതത്തിലുടനീളം പ്രവർത്തിച്ചു നടന്നു. അങ്ങനെ മരണം ആസന്നമായപ്പോൾ അവന് ബോധ്യമായി ഈ മരണശേഷം ജീവിതം വരാൻ പോവുകയാണ്. നരകം കണ്ടുകൊണ്ടാണ് അവൻ്റെ മരണം. മലക്കുകൾ അടിച്ചും ഇടിച്ചും വേദനിപ്പിച്ചുകൊണ്ടുമാണ് അവൻ്റെ മരണം അവൻ അഭിമുഖീകരിക്കുന്നത്. ആ സമയം കാല ഇന്നി തുബുത്തുൽ ആൻ, ഞാനിതാ ഇപ്പോൾ പശ്ചാത്തപിച്ചിരിക്കുന്നു. അവർക്ക് തൗബയില്ല. വലല്ലദീന യമൂതൂന വഹും കുഫാർ, കുഫ്റോട് കൂടി ജീവിച്ച, ശിർക്കിലും കുഫ്റിലുമായി ജീവിച്ച് അങ്ങനെ മരിച്ചവർക്കും എന്തില്ല? തൗബയില്ല. ഉലായിക അഅ്തദ്നാ ലഹും അദാബൻ അലീമ, അവർക്കാണ് അല്ലാഹു കഠോരമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗമായി വായിക്കുക. ഇനി അല്ലാഹു അടുത്ത ആയത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നേരർത്ഥം സമൂഹം, സമുദായം എന്നൊക്കെയാണ് അർത്ഥം. അതിന് തഫ്സീറുകളിലൊക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇമാമ ഹുദ, സന്മാർഗത്തിൻ്റെ ഇമാം, മുഅല്ലിമല്ലിൽ ഖൈരി, നന്മ പഠിപ്പിക്കുന്നവൻ, യുക്തദാ ബിഹി, പിന്തുടരപ്പെടുന്ന എന്നൊക്കെയാണ് അതിന് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ, ഒരു സമുദായം
എന്ന നിലക്കാണ് അള്ളാഹു അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു വ്യക്തിയിൽ നിന്ന് മാറി ഒരു സമൂഹത്തിന് തന്നെ മാർഗദർശനം ലഭിച്ച, ഒരു സമൂഹത്തിന് പിന്തുടരപ്പെടാൻ അത്രമാത്രം നന്മകളുള്ള വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നിട്ട് പറയാണ് ഖാനിതൻ ലില്ലാ. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കൊടുത്തത് മുതീഅൻ ഖാളിഅൻ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിനയപ്പെട്ട. അതാണ് ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്ത്വാ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നമസ്കാരങ്ങൾ നിലനിർത്തുക, കാത്തു സൂക്ഷിക്കുക. അസ്ർ നമസ്കാരം എന്ന വുസ്ത്വാ നമസ്കാരവും വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ വിനയാന്വിതരായി ഭക്തിയോടെ അള്ളാഹുവിന് വേണ്ടി നമസ്കാരം നിലനിർത്തുക. ഖൂമൂലില്ല, അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുക. അപ്പോൾ ഒന്ന് ഇബ്രാഹിം നബിയുടെ ഒരു വിശേഷണം ഉമ്മത്തൻ, ഏതൊരു സമൂഹത്തിനും മാതൃകയുള്ള മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. ഖാനിതൻ, അദ്ദേഹം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന് ഖുശൂഓടെ ഭക്തിയോടെ ജീവിക്കുന്ന. ലില്ല ഹനീഫൻ. ഹനീഫൻ എന്ന് പറഞ്ഞാൽ മുഖ്ബിലൻ അലല്ലാഹി മുഅ്രിളൻ അമ്മാ സിവാഹു മാഇലൻ അനിശ്ശിർക്കി വദ്ദീനിൽ ബാത്തിലി ഇല തൗഹീദി വദ്ദീനിൽ ഹക്കിൽ മുസ്തഖീം എന്നാണ്. നമ്മൾ മലയാളത്തിൽ ഋജുമാനസനായി എന്നൊക്കെ അതിന് അർത്ഥം പറയും. അതുകൊണ്ടൊന്നും പൂർണ്ണമാകുന്നതല്ല ഹനീഫ് എന്നത്. ഇവിടെ എന്താ അർത്ഥം കൊടുത്തത്? ഹനീഫ് എന്ന് പറഞ്ഞാൽ മുഖ്ബിലൻ അലല്ലാ, അള്ളാഹുവിലേക്ക് നേരിട്ടവൻ. മുഅ്രിളൻ അമ്മാ സിവാഹു, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അകന്നവൻ. മാഇലൻ അനിശ്ശിർക്കി, ഷിർക്കിൽ നിന്ന് തെറ്റിയവൻ. വദ്ദീനിൽ ബാത്തിൽ, നിരർത്ഥകമായ ആദർശങ്ങളിൽ നിന്നും തെറ്റിയവൻ. എന്നിട്ട് എവിടേക്ക് തെറ്റണം? ഇല തൗഹീദ്, തൗഹീദിലേക്ക് ചാഞ്ഞ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്ന് വിട്ട് തൗഹീദിലേക്ക് ചാഞ്ഞ. വദ്ദീനിൽ ഹക്കിൽ മുസ്തഖീം, നേരായ സത്യമായ ദീനിലേക്ക് ചാഞ്ഞവൻ. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ആ ഹനീഫാണ് നമ്മൾ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ ഏതൊരു മുസ്ലിമും ഒന്ന് ഇഖ്ലാസോടുകൂടി അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച്, അതിൽ റിയാ ഇല്ല, ഷിർക്കില്ല, ബിദ്അത്തില്ല, നിഫാഖില്ല, അള്ളാഹിൻ്റെ വജ്ഹ് ആഗ്രഹിച്ച് അവനിലേക്ക് മുന്നിടുക. പൂർണ്ണമായും ഷിർക്കിൻ്റെ എല്ലാ വഴികളിൽ നിന്നും അതിൻ്റെ മാർഗങ്ങളിൽ നിന്നും പൂർണ്ണമായി അകന്ന് തൗഹീദിൽ നിലകൊള്ളുന്നവൻ, അതാണ് അള്ളാഹു ഹനീഫൻ. എന്നിട്ട് അതൊന്നും കൂടെ വിശദീകരിക്കുകയാണ്, വലം യക്കു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ട ആളല്ല. എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകളൊക്കെ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ്, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്, എന്നാൽ അവർ പൂർണ്ണമായും ഷിർക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഒമാ കാന മിനൽ മുശ്രിക്കീൻ വലം യക്കു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളിൽപ്പെട്ട ആളല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത് കാണാം. എന്നിട്ട് അള്ളാഹു പറയാണ് ഷാക്കിറല്ലി അൻഉമി, നിഅമത്ത് അതിൻ്റെ ബഹുവചനാണ് അൻഉം, അള്ളാഹു നൽകിയ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ജീവിതത്തിന് നന്ദി കാണിച്ചു. ആ നന്ദിയാണ് അദ്ദേഹത്തിൻ്റെ തൗഹീദി ജീവിതം. അള്ളാഹു ഒരു കുടുംബജീവിതം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്, മക്കൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് നിർഭയത്വം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിച്ച് ജീവിച്ച മാതൃകയും ഇബ്രാഹിം നബിയിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ചും അൽ ഇഖ്റാറു ബി തൗഹീദി വറുജൂഇ അനി ശിർക്ക്, തൗഹീദ് സ്ഥാപിച്ചും ഷിർക്കിൽ നിന്ന് തീർത്തും മടങ്ങിയും അള്ളാഹുവിന് നന്ദി കാണിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹം അതുകൊണ്ട് കാന മുഅല്ലിമൻ ജാമിഅൻ ലി ഖിസാലിൽ ഖൈരി യുഖ്തദാ ബിഹി, അദ്ദേഹം എല്ലാ നന്മകളും സംഗമിച്ച, ഒരു മുസ്ലിമിന് വേണ്ട, ഒരു മുവഹിദിന് വേണ്ട ഏതൊക്കെ നന്മകളും സൽഗുണങ്ങളും ഉണ്ടോ
അതൊക്കെ സമ്മേളിച്ചൊരു വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിൻപറ്റാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വേറെ അർത്ഥം കൊടുത്തത് മുത്തിഅൻ ലില്ലാഹി മുലാസിമൻ ലി ഇബാദത്തിഹി ബി ഇഖ്ലാസിൻ വ ഖുശൂഇൻ. അള്ളാഹുവിന് കീഴ്പ്പെട്ട് സദാസമയവും ഇബാദത്തിൽ മുഴുകി. എങ്ങനെ? ബി ഇഖ്ലാസ്, ഇഖ്ലാസോടെ, വ ഖുശൂഇൻ, ഭയഭക്തിയോടെ. അപ്പോൾ ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നിട്ട് അള്ളാഹു പറയാണ് ഇജ്തബാഹു. ഇജ്തബ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തു, അതാണ് മുജ്തബ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇജ്തബാഹു, അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു, ഉലുൽ അസ്മിൽപ്പെട്ട ഒരു നബിയായി തെരഞ്ഞെടുത്തു. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഒരു ഖലീലായി സ്വീകരിച്ചു, കൂട്ടുകാരനായി സ്വീകരിച്ചു. വഹദാഹു, അള്ളാഹു അദ്ദേഹത്തിന് വഴി കാണിച്ചു, ഹിദായത്ത് നൽകി. ഇലാ സുറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്ന് പറഞ്ഞാൽ വ അർഷദഹു വ വഫഖഹു ഇലാ തുരീഖിൽ ഹഖിൽ മുസ്തഖീം, നേരായ സത്യത്തിൻ്റെ വഴിയിലേക്ക് അള്ളാഹു മാർഗദർശനം നൽകുകയും അതിനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്തു. അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അത് സൂറത്തുൽ അംബിയായിലെ 51-ാമത്തെ ആയത്തിൽ വലഖദ് ആത്തൈന ഇബ്രാഹിമ റുഷ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ, മുമ്പേ ഇബ്രാഹിമിന് നാം അദ്ദേഹത്തിന് സന്മാർഗം നൽകിയിട്ടുണ്ട്, നാം അദ്ദേഹത്തെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ്. സൂറത്തു നിസായിലെ 125-ാമത്തെ ആയത്തിലാണ് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബിയെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചു. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീത്തിൽ ഇന്നി അബ്റഉ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീലുൻ ഫഇന്നല്ലാഹ തആല ഖദ് ഇത്തഖദനി ഖലീലൻ കമ ഇത്തഖദ ഇബ്രാഹിമ ഖലീല. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഒരു ഖലീൽ എനിക്ക് ആഗ്രഹമുണ്ട്, അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ച പോലെ എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞത് കാണാൻ കഴിയും. എന്നിട്ട് അള്ളാഹു പറയാണ് വ ആതൈനാഹു ഫിദ്ദുന്യാ ഹസന, നാം അദ്ദേഹത്തിന് ദുനിയാവിൽ ഈ ഭൗതിക ലോകത്ത് ഹസനത്ത് നന്മ നൽകി. വ ഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, നാളെ പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ട ആളുമാണ്. അപ്പോൾ അള്ളാഹു ദുനിയാവിൽ അദ്ദേഹത്തിന് നൽകിയ ഹസനത്ത് അതെന്താണ്? ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണല്ലോ റബ്ബന ആതിന ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന പ്രത്യേകം തവാഫ് ചെയ്യുമ്പോൾ റുക്കുനുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള കഅബയുടെ 4 ഭാഗങ്ങളിൽ ഒരു ഭാഗത്ത് വെച്ച് ഈ പ്രാർത്ഥന പ്രത്യേകം പ്രാർത്ഥിക്കൽ സുന്നത്താണ്. മറ്റ് 3 ഭാഗങ്ങളിലും നമുക്ക് ഇഷ്ടപ്പെട്ട ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും സ്വലാത്തും ഒക്കെ ആവാം. പക്ഷേ റുക്കുനുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള ആ ഭാഗത്ത് എന്ത് ചെയ്യണം? റബ്ബന ആതിന ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാന അക്സറു ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ധാരാളം അധിക പ്രാർത്ഥനയും റബ്ബന ആതിന ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അപ്പോൾ ദുനിയാവിൽ നന്മ കൊണ്ടോന്നാണ് നമ്മൾ അള്ളാഹിനോട് തേടുന്നത്. അതെന്താണ്? അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. അത് കേവലം ക്ഷണികമായ നന്മകൾ മാത്രമല്ല. ഇപ്പോൾ നമ്മളെ സമ്പത്ത്, നമ്മളെ ആരോഗ്യം, നമുക്ക് ലഭിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ, നല്ല ഭക്ഷണം, ഹലാലായ നിലയ്ക്ക് ലഭിക്കുന്ന ഭക്ഷണം, നമ്മുടെ കയ്യിലുള്ള പണം, നിർഭയത്വം, ഇതൊക്കെ ക്ഷണികമാണ്. ഇത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റബ്ബന ആതിന ഫിദ്ദുന്യാ ഹസന എന്ന് പറഞ്ഞാൽ 7ഓളം നന്മകൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇൽമുൻ നാഫിഅൻ, പ്രയോജനപ്പെടുന്ന അറിവ്. പ്രയോജനപ്പെടുന്ന അറിവ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും പെട്ട അറിവുകൾ, അത് നമ്മൾ നേടുക. അത് നമുക്ക് ഭൗതിക ലോകത്ത് ലഭിക്കുന്ന ഹസനത്താണെന്നാണ്. അതുപോലെ ഖൽബുൻ സലീം, കുറ്റമറ്റ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒന്ന് ശരിയായ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം, തൗഹീദുള്ള ഹൃദയം, അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്ന ഹൃദയം. അതോടൊപ്പം അസൂയ, വെറുപ്പ്, വിദ്വേഷം പോലുള്ള ദുഷിച്ച കാര്യങ്ങൾ ഇല്ലാത്ത ഹൃദയം, അതൊരാൾക്ക് ലഭിക്കുക.
അതുപോലെ ലിസാനുൻ ദാക്കിർ, അള്ളാനെ ഓർക്കുന്ന നാവ്. അള്ളാനെ നമ്മുടെ നാവ് കൊണ്ട് സ്മരിക്കാൻ കഴിയുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത് കാണും, ഇന്ന അഷദ്ദ ഉഖൂബത്തിൻ ഫിദ്ദുനിയ, ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും കഠിനമായ ശിക്ഷയാണ് അൻ യുംസിക്കല്ലാഹു ലിസാനഹു അൻ ദിക്രിഹി, അള്ളാഹ് അവൻ്റെ നാവിനെ അള്ളാനെ ഓർക്കുന്നതിനെ തൊട്ട് പിടിച്ചു വെക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരാളെ നാവിൽ അള്ളാന്ന് പറയാൻ കഴിയുന്നില്ല, അള്ളാനെ ഓർക്കുന്ന പിന്നെ ദിക്റുകൾ പറയാൻ കഴിയുന്നില്ല, അത് അവന് ലഭിച്ച ശിക്ഷയാണെന്നാണ്. അപ്പോൾ ലിസാനും ദാക്കിർ നമുക്ക് കിട്ടുക. പിന്നെ റിസ്ഖുൻ ഹലാൽ, ഹലാലായ സമ്പാദ്യം ലഭിക്കുക. മർഅത്തുൻ സ്വാലിഹ, ഒരു സ്വാലിഹത്തായ ഭാര്യയെ ലഭിക്കുക. വലതുൻ സ്വാലിഹ്, ഒരു സ്വാലിഹായ സന്താനത്തെ ലഭിക്കുക. അപ്പോൾ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ നന്മകളൊക്കെ മനസ്സിൽ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഉപകാരപ്പെടുന്ന ഇൽമ് റബ്ബെ എനിക്ക് കൊണ്ടോ, നല്ല ഹൃദയം കൊണ്ടോ, നിന്നെ ഓർക്കുന്ന നാവ് കൊണ്ടോ, നിന്നെ അനുസരിക്കുന്നൊരു ഭാര്യയെ കൊണ്ടോ, നിന്നെ സൂക്ഷിക്കുന്നൊരു മകനെ കൊണ്ടോ, നീ തൃപ്തിപ്പെടുന്ന സമ്പാദ്യം കൊണ്ടോ, ഇതൊക്കെയാണ് ഭൗതിക ലോകത്ത് നമുക്ക് ലഭിക്കുന്ന നന്മ. ഇതൊക്കെ ഇനിയിപ്പോൾ ഇബ്രാഹിം നബിക്ക് അള്ളാഹു പറഞ്ഞെന്താ, വ ആത്തൈനാഹു ഫിദ്ദുന്യ ഹസന. ഇവിടെ അള്ളാഹ് പറഞ്ഞെന്താ, അദ്ദേഹത്തിന് ഇബ്രാഹിം നബിക്ക് ദുന്യാവിൽ ഹസനത്ത് നാം നൽകി എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല ഭാര്യയെ കിട്ടിയിട്ടുണ്ട്, അള്ളാഹിനെ ഓർക്കുന്ന നാവ് കിട്ടിയിട്ടുണ്ട്, നല്ല ശുദ്ധമായ ഹൃദയം കിട്ടിയിട്ടുണ്ട്. അതാണല്ലോ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്, വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം. അള്ളാഹുവേ, പരലോകത്ത് നീ എന്നെ വഷളാക്കരുത്, സ്വത്തും മക്കളും ഉപകാരപ്പെടാത്ത ലോകമാണത്. നല്ല ഒരു ഹൃദയത്തോടെ അവിടെ എത്തിയവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ആ ഹൃദയം ഇബ്രാഹിം നബിക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇബ്രാഹിം നബി വ ഇന്നഹു ഫിൽ ആഖിറതി, പരലോകത്ത് അദ്ദേഹം ലമിന സ്വാലിഹീൻ, അള്ളാഹിൻ്റെ സജ്ജനങ്ങളായ നബിമാർ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, സ്വാലിഹീങ്ങൾ, അവരിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വവുമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ നന്മകൾ നമ്മളും ജീവിതത്തിൽ നേടിയെടുക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാണ്, സുമ്മ ഔഹൈന ഇലൈക, പിന്നെ ഔഹൈന, നാം ഇതാ വഹയ്യ് നൽകിയിരിക്കുന്നു, ഇലൈക, താങ്കൾക്ക്, അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. അനിത്തബിഅ, പിന്തുടരാൻ, പിൻപറ്റാൻ, മില്ലത ഇബ്രാഹീമ ഹനീഫ, നേരത്തെ പറഞ്ഞ ഹനീഫ് എന്ന തൗഹീദിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ചാഞ്ഞ കറകളഞ്ഞ വിശ്വാസത്തിൻ്റെ ഉടമയായ ഇബ്രാഹിം നബിൻ്റെ മില്ലത്ത് പിന്തുടരാൻ. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ആദർശവും മുഹമ്മദ് നബി കൊണ്ടുവന്ന ശരീഅത്തും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നർത്ഥം. നമ്മൾ നിത്യവും രാവിലെ ഒരു വട്ടം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഉണ്ട്, അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം വ അലാ കലിമത്തിൽ ഇഖ്ലാസ് വ അലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അലാ മില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇത് നമ്മൾ എന്നും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്തായാലും പറയുന്നത്, ഞങ്ങളിതാ ഇന്ന് നേരം വെളുത്തിരിക്കുന്നു, ശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രകൃതിയിലായിക്കൊണ്ട്, മുഹമ്മദ് നബിയുടെ മതത്തിലായിക്കൊണ്ട്, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലായിക്കൊണ്ട് അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ട ആളല്ല. അപ്പോൾ നമ്മൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണുള്ളത്. അതായത് ഇതാ ഒക്കെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് അത് നമ്മൾ നിർവഹിക്കേണ്ടത്. അംസ എന്ന് പറഞ്ഞാൽ അസ്ർ നമസ്കാരം കഴിഞ്ഞ് അല്ലല്ല, അതായത് വദുക്കുരിസ്മ റബ്ബിക ബുക്രതം വ അസ്വീല, ഖുർആനിൽ വേറെയും ആയത്തുകളുണ്ട്, രാവിലെയും വൈകുന്നേരവും നിൻ്റെ റബ്ബിനെ നീ ഓർക്കുക. അത് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ആ നിസ്കാര ശേഷമുള്ള ദിക്റുകൾ കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം. അസ്ർ നിസ്കാരവും അതിന് ശേഷമുള്ള ദിക്റുകളും കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം. പലരും അത് മനസ്സിലാക്കാത്തത് കൊണ്ട് സുബ്ഹിൻ്റെ മുമ്പ് നിർവഹിക്കുന്നവരും മഗ്‌രിബിന് ശേഷം നിർവഹിക്കും.
ഈ 2 നേരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അസ്തമിക്കുന്നതിന് മുമ്പ്. ഒരാൾക്ക് എന്തെങ്കിലും അനിവാര്യമായ പ്രവൃത്തിയിൽ മുഴുകി ഈ സമയത്ത് ആ ദിക്റുകൾ നിർവഹിക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ ആ സമയം തെറ്റിയാലും നിർവഹിക്കാം, അതിനൊരു വിരോധമില്ല. എന്നാൽ പതിവായി പ്രഭാത പ്രദോഷ ദിക്റുകൾ നിർവഹിക്കേണ്ട സമയം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ സുബഹി നമസ്കാരം സൂര്യൻ ഉദിക്കുന്നത് വരെ കഴിഞ്ഞ് പിന്നൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ഇഷ്റാഖിൻ്റെ നമസ്കാരം നിർവഹിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം. അതൊക്കെ ഈ ദിക്റുകൾ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുവോളം ഇരുന്ന് പിന്നൊരു 20 മിനിറ്റും ദിക്റുകളും പ്രാർത്ഥനകളും മുഴുകിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് സ്വലാത്തുൽ ഇഷ്റാഖ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ സമയം തെറ്റി നിർവഹിക്കേണ്ട ഈ സന്ദർഭത്തിൽ തന്നെ. ഇഷ്റാഖ് നിസ്കരിച്ച ഒരാൾ പിന്നെ ലുഹ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇഷ്റാഖ് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ലുഹ 2 മുതൽ 8 വരെ നിസ്കരിക്കാം. അപ്പോൾ സുബഹി ജമാഅത്ത് അത് കൃത്യമായിട്ട് ഹദീസിലുള്ളത്, ഒരാൾ സുബഹി ജമാഅത്തിൽ പങ്കെടുക്കുകയും പിന്നെ സൂര്യൻ ഉദിക്കുന്നവരെ ദിക്ർ ദുആകളിൽ മുഴുകി പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കാമെന്ന്. അപ്പോൾ ഇഷ്റാഖിൻ്റെ നിയ്യത്തിലാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാവൂ. എന്നാൽ ഒരാൾക്ക് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ലുഹ സമയമായി, ലുഹയുടെ നിയ്യത്താണെങ്കിൽ അവന് 2 4 അങ്ങനെ 8 വരെ നിസ്കരിക്കുകയും ചെയ്യാം. ഇഷ്റാഖ് നമസ്കരിച്ച ഒരാൾ അന്ന് പിന്നെ എന്ത് വേണ്ട, ലുഹ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ മനസ്സിലാക്കിയാൽ. ഇനി അടുത്ത ആയത്ത്. ലുഹ 4 അല്ല, ഇഷ്റാഖ് 2 നിസ്കരിക്കുക. ഇഷ്റാഖിൻ്റെ നിയ്യത്തിൽ 2 നിസ്കരിക്കുക. നിങ്ങൾ അന്ന് ഇഷ്റാഖ് നിസ്കരിക്കണില്ല, ലുഹ ആണെങ്കിൽ 2 4 പതിവായിട്ടൊരു റക്അത്തിൽ പിടിക്കുക. ഇനി ഓക്കെ. ഇന്നമാ ജുഇല സബ്തു അലല്ലദീന ഇഖ്തലഫൂ ഫീഹി. തീർച്ചയായും തീർച്ചയായും ജുഇല നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നിയമമാക്കപ്പെട്ടിട്ടുള്ളത് അസ്സബ്തു. സബ്ത്ത് പറഞ്ഞാൽ ശാബത്ത് ആചരണം എന്നാണ്. ജൂതരുടെ മേൽ ഉണ്ടായിരുന്ന ഒന്നാണ് ശാബത്ത് ആചരണം. ശനിയാഴ്ച ദിവസം അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരോട് കൽപ്പിക്കപ്പെട്ട, തൗറാത്തിലൂടെ കൽപ്പിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു ശനിയാഴ്ച ദിവസം. അന്ന് പ്രത്യേകം ഇബാദത്തുകളിലും പ്രാർത്ഥനയിലും മുഴുകാനും അന്ന് പ്രത്യേകം മീൻ പിടിക്കാൻ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സൂത്രപ്പണി പ്രയോഗിച്ചു. ഈ ശനിയാഴ്ച മാത്രം കടലിൽ മീൻ പൊന്തി വന്നു. അവർക്കാണെങ്കിൽ അത് വിലക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു, അവരന്ന് മീനെ തടുത്തു വെച്ചു, വല വെച്ച് തടുത്തു വെച്ചു. പിന്നെ പിടിക്കാം, അതവർ ചെയ്ത കുതന്ത്രമാണ്. അങ്ങനെ അവർക്ക് പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിൻപറ്റാൻ കൽപ്പിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായ വേദക്കാർ ശനിയാഴ്ച ആചരിച്ചു വരുന്ന ശബ്ബത്താചരണം എന്തുകൊണ്ട് മുഹമ്മദ് നബി നടത്തുന്നില്ല എന്ന് ശത്രുക്കൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹ് അതിന് മറുപടി കൊടുത്തതാണ്, ഇന്നമാ ജുഇല സബ്തു അലല്ലദീന ഇഖ്തലഫൂ ഫീഹി. ഈ ശാബത്താചരണം നിശ്ചയിക്കപ്പെട്ടത് അതിൻ്റെ പേരിൽ ഭിന്നിച്ചവരുടെ പേരിലാണ് എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബിയിലൂടെ അല്ല ശാബത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇബ്രാഹിം നബിക്ക് ശേഷമാണ് ശാബത്താചരണം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ശാബത്താചരണവും മുഹമ്മദ് നബിയും തമ്മിൽ, ഇസ്ലാമിക ശരീഅത്തും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് അവർക്ക് അവരുടെ മേലാണ് നിശ്ചയിക്കപ്പെട്ടത് എന്ന് അല്ലാഹു പറഞ്ഞത് അതുകൊണ്ടാണ്. വ ഇന്ന റബ്ബക ലയഹ്കുമു ബൈനഹും. തീർച്ചയായും നിൻ്റെ റബ്ബ് ലയഹ്കുമു ബൈനഹും, അവർക്കിടയിൽ വിധി നടപ്പിലാക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, അവരേതൊക്കെ കാര്യങ്ങളിൽ ഭിന്നിച്ചിട്ടുണ്ടോ അത് കൃത്യമായി അവർക്ക് സത്യവും അസത്യവും വേർതിരിച്ച് അള്ളാഹ് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് വിശുദ്ധ ഖുർആൻ്റെ അനുയായികളോട് പറയാണ്, മുഹമ്മദ് നബിയോട് പറയാണ്, ഉദ്ഉ, താങ്കൾ ക്ഷണിക്കുക, ദഅവത്ത് നിർവഹിക്കുക. ഇലാ സബീലി റബ്ബിക. ദഅവത്ത് ഏതിലേക്കാണ് വേണ്ടത്? അവനവൻ്റെ പാർട്ടിയിലേക്കല്ല, അവനവൻ്റെ സ്വയം താല്പര്യങ്ങളിലേക്കല്ല, അവനവൻ കണ്ടെത്തി അവൻ നിർമ്മിച്ച ആശയങ്ങളിലേക്കല്ല, നിൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്കാണ് നീ ക്ഷണിക്കേണ്ടത്. അത് ക്ഷണിക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ആയുധം എന്താ? ബിൽ ഹിക്മ. ഹിക്മത്ത് പറഞ്ഞാൽ ജ്ഞാനം, അറിവാണ്. അൽ കിതാബു വ സുന്ന, അതാണ് ഹിക്മത്ത്. പിന്നെ അതിൽ സൂറത്ത് ജുമുഅയിലുണ്ടല്ലോ, പിന്നെ
യുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും. അതുപോലെ സൂറത്തുൽ ബഖറയിൽ യുഅ്തിൽ ഹിക്മത മൻ യശാ, അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് നൽകും. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്, ശരിയായ അറിവ്. വമൻ യുഅ്തൽ ഹിക്മ, ആർക്കാണ് അറിവ് ലഭിച്ചത്, ഫഖദ് ഊത്തിയ ഖൈറൻ കസീറ, അത് മുഖേന അവന് ധാരാളം ഖൈറാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ഒരാൾ മറ്റൊരാളെ ക്ഷണിക്കുമ്പോൾ അവൻ എന്ത് പ്രകാരം ക്ഷണിക്കണം, ഹിക്മത്തോടെ ക്ഷണിക്കണം. ആ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അറിവാണ്. വൽ മൗഇളത്തിൽ ഹസന, നല്ല നന്മയുള്ള ഉപദേശം, ഒരാളെ പരമാവധി ഈ ദീനിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. അതിനിവിടെ അർത്ഥം കൊടുത്തത് ഒന്ന് മിന റിഫ്ഖി വല്ലീന എന്ന ദയ, നല്ല ലോലമായ സംസാരം, അത് പറഞ്ഞിട്ടായിരിക്കണം ക്ഷണിക്കേണ്ടത്. കാരണം ധിക്കാരിയായ ഫിർഔൻ്റെ അടുത്തേക്ക് മൂസ നബിയെയും ഹാറൂൻ നബിയെയും അള്ളാഹ് പറഞ്ഞെന്താ, വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ അവനോട് ലോലമായ നിലക്ക് നന്നായി സംസാരിക്കണം. കാരണം ഒരു പ്രബോധിതനെ ആ നിലക്ക് എന്ത് ചെയ്യണം, ആകർഷിക്കണം. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫല്ലൂ മിൻ ഹൗലിക്, നീ എങ്ങാനും കടുത്ത സ്വഭാവക്കാരനായിരുന്നെങ്കിൽ നിൻ്റെ ചുറ്റിൽ നിന്നും ആളുകൾ അകന്നു പോയാനെന്ന് റസൂലുള്ളയോട് പറഞ്ഞു. അപ്പോൾ അതുണ്ടാവരുത്. അതുപോലെ ഹുസ്നുൽ ഖിതാബ്, ഇവിടെ മൗഇദത്തുൽ ഹസന എന്നാൽ നല്ല സംസാരശേഷി, നന്നായി സംസാരിക്കുക. വൽ അഫ്വി വസ്സുഫ്ഹി, അതുപോലെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, പരമാവധി വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് മൗഇദത്തുൽ ഹസന. അപ്പോൾ നിൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് അറിവോടെ ക്ഷണിക്കുക, നല്ല ഉപദേശത്തോടെ ക്ഷണിക്കുക. വജാദിൽഹും, അവരോട് നീ തർക്കത്തിലേർപ്പെടുക. ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നന്മയുള്ള വഴി എന്ന് പറഞ്ഞാൽ അവരെ വെറുപ്പിക്കുന്ന അകറ്റിക്കളയുന്ന ശൈലിയിലോ ഒന്നുമല്ല നീ സംവദിക്കേണ്ടത് ഏറ്റവും നല്ല, അവർക്ക് ഈ സത്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക പ്രബോധകൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലാണ് ഹക്കുള്ളത്. അവൻ നേരിടുന്നവർ ബാത്തിലിൻ്റെ ആളുകളാണ്. ആ ബാത്തിലോടെ അവർ ജീവിച്ചു മരിച്ചാൽ അവർ നരകക്കുണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നരകക്കുണ്ടിൽ നിന്ന് ഒരാളെ കരകയറ്റാണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക പ്രബോധകൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം അവനിലേക്ക് ഈ നല്ല സംസാരം കൊണ്ടും നല്ല പെരുമാറ്റം കൊണ്ടും പരമാവധി വിട്ടുവീഴ്ച ചെയ്തും അറിവ് പരമാവധി നൽകിയും ആകർഷിപ്പിക്കാൻ കഴിയോ അത് ചെയ്യണം എന്നർത്ഥം. ഇന്ന റബ്ബക്ക, എന്നിട്ട് പറയാണ്, തീർച്ചയായും നിൻ്റെ റബ്ബ് ഹുവ, അവൻ അറിയുന്നവനാണ്, അഅലമു, അവൻ ഏറ്റവും അറിയുന്നവനാണ്, ബിമൻ വല്ല, വഴിതെറ്റിയവനെക്കുറിച്ച്, അൻ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ നിന്ന്. ഇങ്ങനെയൊക്കെ പ്രബോധന പ്രവർത്തനം ഒഴുകിയാലും ഒരുപക്ഷെ അത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവരുണ്ടാകാം. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് അവരെ അറിയാം. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, നിൻ്റെ കയ്യിലുള്ള ഇൽമു കൊണ്ടും സതുപദേശം കൊണ്ടും നന്നായി സംവദിച്ചും നിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു കൊള്ളുക. വഹുവ അഅലമു, അവൻ ഏറ്റവും അറിയുന്നവനാണ്, ബിൽ മുഹ്തദീൻ. 8:5 വാങ്ങില്ലേ. സന്മാർഗികൾ ആരൊക്കെയാണോ അവരെക്കുറിച്ചും അള്ളാഹുവിനറിയാം. അപ്പോൾ ആർക്കൊക്കെ ഹിദായത്ത് കിട്ടും, ആരൊക്കെയാണ് ലൊലാലത്തിൻ്റെ വഴിയിലുള്ളത്, അത് അറിയുന്നവൻ അള്ളാഹുവാണ്. അതൊരു പ്രബോധകനൊക്കെ അറിയില്ല. അതുകൊണ്ട് പ്രബോധകൻ എന്ത് ചെയ്യുക, അവനെ ഏൽപ്പിച്ച വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും പരമാവധി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതോടൊപ്പം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനും ചെയ്യുന്നവനേക്കാൾ ഉത്തമൻ ആരുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രബോധകൻ അറിവില്ലാതെ ആ പണിക്ക് നിൽക്കരുതെന്നർത്ഥം. ദഅവത്തിൻ്റെ മുമ്പിൽ അറിവ് വേണം. അപ്പോൾ അറിവോട് കൂടിയായിരിക്കണം തൻ്റെ ആദർശത്തിലേക്ക് അവൻ ക്ഷണിക്കേണ്ടത്. അതൊക്കെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. എന്നിട്ട് അള്ളാഹ് പറയാണ്, വ ഇൻ ആഖബ്തും, നിങ്ങൾ ശിക്ഷാ നടപടികൾ കൈകൊള്ളുകയാണെങ്കിൽ. സൂറത്തുൻ നഹ്ൽ യഥാർത്ഥത്തിൽ മക്കിയയാണ്, മക്കയിൽ അവതരിച്ചതാണ്. മക്കയിൽ യുദ്ധമില്ല, മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിലുള്ള പരീക്ഷണങ്ങൾ ഏൽക്കുക, ക്ഷമിക്കുക. എന്നാൽ സൂറത്തുൻ നഹ്ലിലെ ചില വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണ്.
അതിലൊന്നാണ് ഈ ആയത്ത്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ നടക്കുന്ന സന്ദർഭമാണ് മദീനയിലെ കാലഘട്ടം. അപ്പോൾ സ്വാഭാവികമായി ശത്രുക്കൾ നേരിടുന്ന കാര്യം അവരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിക്കും. ആ കൂട്ടത്തിൽ പറയാണ് വ ഇൻ ആഖബതും, നിങ്ങൾ ശിക്ഷാ നടപടി കൈക്കൊള്ളുകയാണെങ്കിൽ ഫആഖിബൂ, നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുക. എങ്ങനെ? ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി, നിങ്ങൾക്ക് ഏത് നിലക്കുള്ള ശിക്ഷാ നടപടികളാണോ അവരിൽ നിന്ന് കിട്ടിയത് അതുപോലെ നിങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്യുക. വ ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലഹ, ഒരു തിന്മക്ക് തത്തുല്യമായ തിന്മയാണ് പ്രതിഫലം. യുദ്ധ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. വൈന ആഖബതും ഫആഖിബൂ ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി. അതിൽ തഫ്സീറിലുള്ളത് വൈന ആഖബതും അയ്യുഹൽ മുഅ്മിനൂന മൻ ഇഅ്തദാ അലൈക്കും, നിങ്ങളുടെ മേൽ അതിക്രമം കാണിച്ചവരോട് നിങ്ങൾ ശിക്ഷാ നടപടി കൈക്കൊള്ളുമ്പോൾ ബി ഖൗലിൻ ഔ ഫിഅലിൻ, അത് വാക്കുകൊണ്ടാവട്ടെ പ്രവൃത്തി കൊണ്ടാവട്ടെ, ഫആഖിബൂഹു ബിമിസ്ലി മാ ളലമക്കും ബിഹി മിൻ ഗൈരി സിയാദ, വർധനവൊന്നുമില്ലാത്ത നിലക്ക് അവർ നിങ്ങളോട് ഏത് നിലക്കാണോ അക്രമം പ്രവർത്തിച്ചത് അത് നിങ്ങൾക്ക് തിരിച്ചടിക്കാം. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നേരിട്ടുള്ള തിരിച്ചടി. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യുദ്ധം നടക്കുന്ന കാലത്ത് പോലും ഒരു പകവീട്ടൽ, മനസ്സിൽ പകവെച്ചിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ വീട് പോയി ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആ ശത്രുവിൻ്റെ സമ്പത്ത് പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ആ ശത്രുവിൻ്റെ മക്കളെ ആക്രമിക്കുകയോ ചെയ്തത് കാണാൻ കഴിയില്ല. ഇന്നിപ്പോൾ ലോകത്ത് നടക്കുന്നതൊക്കെ എന്താ? പകവീട്ടലാണ്. യുദ്ധം നടക്കുന്ന കാലത്ത് വിശ്വാസികളിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. യുദ്ധക്കളത്തിൽ അതൊരു ചിലപ്പോൾ പിതാവ് വിശ്വാസികളുടെ ഭാഗത്തും മകൻ ശത്രുക്കളുടെ ഭാഗത്തും നേരിട്ട യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. ജ്യേഷ്ഠൻ അനിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ടിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ അതൊന്നും നോക്കാതെ അവർ പോരാടിയിട്ടുണ്ട്. പക്ഷേ യുദ്ധം അവസാനിച്ച് പിരിഞ്ഞു പോയാൽ പിന്നെ ഒരു പകവീട്ടൽ അതിൻ്റെ പേരിൽ കാണൂല. അതാണ് വിശ്വാസി സമൂഹം. അപ്പോൾ അത് യുദ്ധക്കളത്തിൽ ഉള്ള നിയമങ്ങളാണ്. അത് മദീനയിൽ അവതരിച്ചതുകൊണ്ട് അള്ളാഹു നമുക്ക് അത് പറയും. അത് വേറെ ആയത്തിൽ വ ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അള്ളാഹ് അവിടെയും ശത്രുവിനെ ആക്രമിക്കാനല്ല പ്രോത്സാഹനം നൽകുന്നത്. അഫു കൊടുക്കുക, പരമാവധി മാപ്പ് കൊടുക്കുക, നിങ്ങൾ നന്മ വരുത്തുക, അങ്ങനത്തെ പ്രതിഫലമുണ്ട്. അത് ഇവിടെയും പറഞ്ഞു വല ഇൻ സ്വബർത്തും, നിങ്ങളങ്ങനെ ആക്രമിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. പക്ഷെ അള്ളാഹ് മുൻഗണന കൊടുത്തെന്താ? വല ഇൻ സ്വബർത്തും, നിങ്ങളങ്ങനെ അവരെ പകരം നേർക്കുനേരെ ആക്രമിക്കാതെ നിങ്ങൾ ക്ഷമിക്കുന്ന പക്ഷം, ക്ഷമിക്കുകയാണെങ്കിൽ ലഹുവ, അതാണ് ഖൈറുൻ, ഉത്തമം, ലിസ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് ആ അക്രമം ചെയ്യാതെ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അതെ അതെ, സൂറത്ത് ഹജ്ജിലാണ് ഉദിന ലില്ലദീന യുഖാത്തലൂന ബി അന്നഹും ളുലിമൂ, അക്രമങ്ങൾക്ക് വിധേയമായത് നിമിത്തം അവരോട് തിരിച്ചടിക്കാൻ യുദ്ധത്തിന് അനുമതി വരും. അത് മദീനയിലാണ് അവതരിക്കപ്പെടുന്നത്. അപ്പോൾ തന്നെ ഈ ശത്രുവിനോട് പോരാടുന്ന സന്ദർഭത്തിലാണ് ഇതൊക്കെ എന്നർത്ഥം. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമയും വിട്ടുവീഴ്ചയുമായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമവതാണ്. എന്നിട്ട് പറയാണ് വസ്ബിർ വമാ സ്വബ്റുക ഇല്ലാ ബില്ലാ. മുഹമ്മദ് നബിയോട് പ്രത്യേകം പറയാണ് വസ്ബിർ, താങ്കൾ ക്ഷമിക്കുക, വമാ സ്വബ്റുക, താങ്കളുടെ ക്ഷമ ഇല്ലാ ബില്ലാ, അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കുമല്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കുന്ന പക്ഷം താങ്കൾക്ക് നേട്ടങ്ങളെ കിട്ടൂ. ഒരു ഹദീസിലുണ്ടല്ലോ, മാ നഖസത്ത് സ്വദഖത്തും മിമ്മാൽ, മാ നഖസത്ത് സ്വദഖത്തും മിം, ഒരു ധർമ്മം ചെയ്തതിൻ്റെ പേരിൽ ഒരാളുടെ സമ്പത്ത് എന്ത് ചെയ്യില്ല, കുറവ് വരില്ല. കാരണം ആത്മാർത്ഥമായി അള്ളാഹിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിന് വേറെ നിലക്ക് വർധനവുണ്ടാവും. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഒമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരാൾക്ക് മാപ്പ് കൊടുത്താൽ അള്ളാഹ് അവനെന്ത് ചെയ്യും, ഇസ്സത്ത്, അവന് പ്രതാപം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന. നമുക്ക് തോന്നുക മാപ്പ് കൊടുത്തില്ലെങ്കിലാണ് വലിയ കാര്യം എന്നാ, മാപ്പ് കൊടുക്കുന്നതിലാണ് കാര്യം. ഏത് വിഷയത്തിൽ മാപ്പ് കൊടുത്താൽ അവന് ദർജ വർദ്ധിക്കാനായിട്ട് വരുള്ളൂ. അള്ളാഹ് അവനെ കാക്കും, അള്ളാഹ് അവന് പദവികൾ ഉയർത്തിക്കൊടുക്കും. അതാണ് ഇവിടെയും പറഞ്ഞത് വസ്ബിർ വമാ സ്വബ്റുക ഇല്ലാ ബില്ലാ.
താങ്കൾ ക്ഷമിക്കുക. താങ്കൾ ക്ഷമിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. വലാ തഹ്സൻ അലൈഹിം, ആ ശത്രുക്കളുടെ കാര്യത്തിൽ താങ്കൾ ഒരിക്കലും ദുഃഖിക്കണ്ട. കാരണം അവരെ അതിജയിക്കുന്ന കാര്യമോ അവർക്ക് പ്രതാപം ഉണ്ടാകുന്ന കാര്യമോ അല്ലെങ്കിൽ അവർ വീണ്ടും ആക്രമിക്കുക, ആ കാര്യത്തിലൊന്നും ഒരു ദുഃഖവും ഖേദവും വേണ്ട. വലാ തഖു, താങ്കൾ ആകേണ്ടതില്ല ഫീ ലൈഖിൻ, ലൈക്ക് പറഞ്ഞ മനോവിഷമം, ലീക്ക് പറഞ്ഞ കുടുസ് എന്നാണ്. താങ്കൾ മനോവിഷമത്തിലും ആകണ്ട. മിമ്മാ യംകുറൂൻ, ആ ശത്രുക്കൾ ഏതൊക്കെ കുതന്ത്രം പ്രയോഗിക്കുന്നുവോ, അവർ കുതന്ത്രം പ്രയോഗിക്കുന്നുവെങ്കിൽ അള്ളാഹ് കുതന്ത്രം പ്രയോഗിക്കും. അവർ ഏത് തന്ത്രവുമായി വന്നാലും ആ തന്ത്രങ്ങളൊക്കെ പരാജയപ്പെടുത്തുന്നതാണ് അള്ളാഹ്. അതുകൊണ്ട് താങ്കൾ ആ വിഷയത്തിലൊന്നും ഒരു വിഷമവും താങ്കൾക്ക് വേണ്ട. ഈ സൂറത്ത് അള്ളാഹ് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, മഅല്ലദീന തഖൗ, അള്ളാഹു മഅ കൂടെയാണ്, അല്ലദീന തഖൗ, തഖ്വ ആർക്കുണ്ടോ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരോടൊപ്പമാണ് അള്ളാഹ്. അള്ളാഹിൻ്റെ മഴയ്യത്ത് എന്നാണ്. മഴയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവൻ്റെ ദാത്തോട് കൂടി ഉണ്ട് എന്നല്ല. അള്ളാഹിൻ്റെ മഴയ്യത്ത് എങ്ങനെ? സമീഉൻ ഖരീബുൻ, എല്ലാം കേട്ടുകൊണ്ട് കൂടെയുണ്ട്. മൂസ നബിയും ഹാറൂൻ നബിയും ഫിറൗൻ്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവർ ഞങ്ങളെ ആക്രമിക്കുമെന്ന പേടി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അള്ളാഹ് പറഞ്ഞെന്താ? ഇദ്ഹബ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, അതാണ് മഴയ്യത്ത്. നിങ്ങൾ പോയിക്കോളൂ. ഇന്നനി മഅകുമാ, തീർച്ചയായും ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ കൂടെയുണ്ട്. എങ്ങനെയുണ്ട്? അസ്മഉ വ അറാ, കേട്ടും കണ്ടും. അള്ളാഹ് അർശിനും മീതയാണെങ്കിലും എല്ലാം കേട്ടും കണ്ടും നിങ്ങളോടൊപ്പം ഉണ്ട്. ആ കാഴ്ചയിലും കേൾവിയിലും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും. അതാണ് ഇവിടെ ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അള്ളാഹ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരോടൊപ്പമാണ്. വല്ലദീന ഹും മുഹ്സിനൂൻ, സുഹൃതം ചെയ്തവന്നാരോ അവരുടെ കൂടെയാണ്. തഫ്സീറിൽ കാണും, മുൻഗാമികളിൽപ്പെട്ട ഒരാൾ മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിൽ കൂട്ടുകാർ വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും വിലപ്പെട്ട ഉപദേശം നൽകണം, നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും നൽകണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, എന്നാൽ ഊസീക്കും, ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. ആഖിരി സൂറത്തുൻ നഹൽ, സൂറത്തുൻ നഹലിലെ അവസാന വചനമാണ് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നത്. എന്താണ് വസിയത്ത്? ഈ ബോധങ്ങൾക്ക് ഉണ്ടായിക്കോളി. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, തഖ്വ ഉണ്ടോ അവൻ്റെ കൂടെ അള്ളാഹ് ഉണ്ടാവും. ആ തഖ്വ ഉള്ളതോടൊപ്പം എല്ലാ ഇഹ്സാനും ഉണ്ടാകാം. ആ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിലേറ്റവും മുന്നിലുള്ള ഇഹ്സാനാണ് റസൂലുള്ള പറഞ്ഞത്, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ നിൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, നീ അവനെങ്ങനെ കാണും പോലെ. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ആ ബോധത്തോടെ ഇബാദത്ത് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ രംഗത്തും ഇഹ്സാനുണ്ട്. അത് അള്ളാഹിനോടുള്ള ഇഹ്സാനാണ്. പിന്നെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. സൂറത്തുൻ നിസായിൽ 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ, 10 കാര്യങ്ങൾ. അവരോടൊക്കെ നന്മകൾ ചെയ്യാനുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഒരു ജീവിയെ അറവ് നടത്തുകയാണെങ്കിൽ ഫഅഹ്സിനു ദിബ്ഹ, ആ അറിവിലും നിങ്ങൾ നന്മ കാണിക്കുക. എന്താ അറിവിലെ നന്മ? 2 കാര്യങ്ങളാണ്. ആയുധം മൂർച്ച കൂട്ടുക, ഏറ്റവും പെട്ടെന്ന് അറക്കുക. ഒരു ആടിനെ ഒരു സഹാബിക്കിനെ അറുത്ത് കൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ മൂർന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നീ അതിനെ 2 വട്ടം കൊന്നു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, നീ ആയുധം മൂർച്ച കൂട്ടണം, വേഗം അതിൻ്റെ ജീവൻ കളയണം. അത് നന്മയാണ്. പിന്നെ ഒരു ഹദീത്തിൽ കാണും, ഒരുപാട് നന്മകൾ എണ്ണിപ്പറഞ്ഞ ഹദീത്ത്. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബത്തൻ മിൻ കുറബി ദുനിയ, ഒരാൾ ഒരു വിശ്വാസിയുടെ ദുനിയാവിലെ വിഷമം നീക്കിക്കൊടുത്താൽ നഫസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ, ഈ നീക്കിക്കൊടുത്തവൻ്റെ പരലോകത്തെ പ്രയാസം അള്ളാഹ് നീക്കിക്കൊടുക്കും. വമൻ യസ്സറ അലാ മുഹ്സിനിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ഒരു പ്രയാസപ്പെടുന്നവന് ഒരാൾ എളുപ്പം നൽകിയാൽ,
ഏതെങ്കിലും മേഖലയിൽ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് എളുപ്പം നൽകിയാൽ ദുനിയാവിലും പരലോകത്തും എളുപ്പം നൽകും അല്ലാഹ്. ഒമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുന്യ വൽ ആഖിറ. ഒരു മുസ്ലിമിൻ്റെ കുറ്റങ്ങൾ ഒരാൾ മറച്ചു വച്ചാൽ ദുനിയാവിലും പരലോകത്തും അവൻ്റെ കുറ്റങ്ങൾ അള്ളാഹ് മറച്ചു വെക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരടിമയെ ഒരാൾ സഹായിച്ചു കൊണ്ടിരുന്നാൽ ആ അടിമയെ അള്ളാഹു സഹായിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് ആ ഹദീസിൽ ഏറ്റവും ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കാണും, ഒരാളും തൻ്റെ നെസബ് കൊണ്ട് ഇന്ന കുടുംബക്കാരനാണ്, ഇന്ന തറവാട്ടുകാരനാണ്, അതുകൊണ്ട് പരലോകത്ത് അള്ളാഹുലേക്ക് അടുപ്പിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ ഇത്തരം നന്മകളാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുവഹീദാകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മുവഹീദ് തൗഹീദുള്ള ഒരാൾ സുന്നത്തുകളിൽ നിഷ്ഠയുള്ളവനാകണം. അതോടൊപ്പം ഇതുപോലുള്ള നന്മകൾ എവിടെ ചെയ്യാൻ അവസരമുണ്ടോ അതിൽ നമ്മൾ മാതൃകയും നമ്മൾ അതിന് മുന്നിൽ നിൽക്കുന്നവരായി മാറണം. അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന അവൻ്റെ അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.